بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലുൽ ഈമാൻ എന്ന കിതാബിൽ അൽ വസിയ്യത്തു ബി കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ് ഖുർആനുമായി ബന്ധപ്പെട്ട വസിയ്യത്തുകൾ, ആ ബാബാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം അവസാനം വായിച്ച ഒരു റിവായത്ത്, അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്താനുണ്ട്. അതുകൊണ്ട് അത് ഒന്നുകൂടി വായിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ വായിച്ച റിവായത്ത് അലി റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്നതാണ്. വൻ അലിൻ റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ എന്ന് തുടങ്ങുന്ന റിവായത്ത്. അത് ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം തിർമിദി ഗരീബാണ് എന്ന് പറഞ്ഞിട്ടുള്ള റിവായത്താണ്. ഗരീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹദീസുകൾ പ്രധാനമായും രണ്ടിനമായി വേർതിരിക്കാറുണ്ട്. ഒന്ന് മുതവാത്തിറായ ഹദീസുകളും രണ്ട് ഖബറുൽ ആഹാദായ ഹദീസുകളും. മുതവാത്തിറായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു സംഘം സഹാബികൾ ഉദ്ധരിച്ച് ഒരു സംഘം താബിഈങ്ങൾ ആ സഹാബികളിൽ നിന്ന് ഉദ്ധരിച്ചു വരുന്ന ഒരു കൂട്ടം ആളുകൾ. അത് എത്ര ആളുകളാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും കളവിൽ ഏകോപിക്കാത്ത വിധം ആളുകൾ ഓരോ തബഖയിലും ഓരോ ഘട്ടത്തിലും വന്നിട്ടുള്ള ഹദീസുകൾക്കാണ് മുതവാത്തിറായ ഹദീസ് എന്ന് പറയാം. മുതവാത്തിറായ ഹദീസുകളെ മുഴുവൻ സഹീഹാണ്, മഖ്ബൂലാണ്, അതിൽ പിന്നെ വഈഫിനെ പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. ഒന്നുകൂടി ഉസൂലിയായി പറഞ്ഞാൽ ഖത്ഈയായ ഇൽമിനെ നൽകുന്ന അറിവാണ് മുതവാത്തിറായ കാര്യങ്ങൾ. ഖുർആൻ മുതവാത്തിറാണ്, ഖുർആൻ മുഴുവൻ മുതവാത്തിറാണ്. അതുപോലെ തന്നെ മുതവാത്തിറായ ഹദീസുകളുണ്ട്. മുതവാത്തിർ രണ്ടിനമുണ്ട്, ലഫ്ദിയുണ്ട്, മഅനവിയുണ്ട്. മഅനവിയാണ് പൊതുവെ മുതവാത്തിർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വേറെ വിഷയമായതുകൊണ്ട് അതിലേക്ക് അധികം പോകുന്നില്ല. രണ്ടാമത്തേത് ഖബറുൽ ആഹാദ് അല്ലെങ്കിൽ ആഹാദ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഹദീസുകൾ. ആ ഹദീസുകളെ മൂന്ന് ഇനമായി വേർതിരിക്കാറുണ്ട്: മഷ്ഹൂർ, അസീസ്, ഗരീബ് എന്നുള്ളത്. അതിൽ ഗരീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ആൾ, ഏതെങ്കിലും ഒരു തബഖയിൽ ഒരാൾ മാത്രമേ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളൂ എങ്കിൽ ആ ഹദീസിനെയാണ് എന്ത് പറയുക? ഗരീബായ ഹദീസ് എന്ന് പറയുക. ഉദാഹരണം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസ് ഉണ്ട്, ഗരീബായ ഹദീസ്. ഒരു പക്ഷേ എല്ലാവർക്കും ഹിഫ്ളുള്ള ഹദീസ് ആയിരിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കുന്ന ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നുള്ള ഹദീസ്. ആ ഹദീസ് ഗരീബായ ഹദീസാണ്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു അല്ലാതെ ഒരു സഹാബിയും ആ ഹദീസ് എന്ത് ചെയ്തിട്ടില്ല? ഉദ്ധരിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു മാത്രമേ സഹാബിയുടെ തബഖയിൽ ആ ഭാഗത്ത് ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഹദീസാണ് ഈ ഹദീസ് എന്ന് ഇമാം തിർമിദി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുള്ളത് അൽ ഹാരിസ് അൽ അഅ്വർ ആണ് അലി റളിയല്ലാഹുവിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. എന്നാൽ ഹാരിസ് എന്നുള്ളത് സിഹത്തുള്ള വ്യക്തിയല്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞു ഈ ഒരു റിവായത്ത് മർഫൂ അല്ല, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ വാക്കാണ് എന്നത്. ഈ ഒരു റിവായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളതല്ല, അലി റളിയല്ലാഹുവിന്റെ വാക്കാണ് ഈ പറഞ്ഞിട്ടുള്ള റിവായത്ത്, ഇതിലുള്ള വാചകങ്ങൾ എന്ന നിലക്ക് പണ്ഡിതന്മാർ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിൽ പറയുന്ന വിഷയം അലി റളിയല്ലാഹുവിന്റെ ലഫ്ളായിക്കൊണ്ടാണ്, കിതാബുല്ലാഹ് ഫീഹി നബ്ഉ മാ കാന ഖബ്ലകും, അല്ലാഹുവിന്റെ കിതാബ് അഥവാ ഖുർആൻ, അതിൽ നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയ ആളുകളെ കുറിച്ചിട്ടുള്ള അറിയിപ്പുകളുണ്ട്. മുൻകഴിഞ്ഞ സമുദായങ്ങളെ കുറിച്ചും മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അറിയിപ്പുകളുണ്ട്. വഖബറു മാ ബഅദകും, നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിയിപ്പുകളുമുണ്ട്, അന്ത്യനാളും പരലോകവും അതുപോലെയുള്ള കാര്യങ്ങൾ. വഹക്മു ബൈനകും, നിങ്ങളുടെ ഇടയിൽ പാലിക്കേണ്ട വിധി നിയമങ്ങളുണ്ട്. വഹുവൽ ഫസ്ലു ലൈസ ബിൽ ഹസ്ൽ, അത് ഫസ്ലാണ് അഥവാ ഹഖും ബാത്തിലും വേർതിരിക്കുന്ന കാര്യമാണ്. ലൈസ ബിൽ ഹസ്ൽ, അതൊരു കളി തമാശയായിട്ടുള്ള കാര്യമല്ല. മാ തറകഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാഹ്, ആരെങ്കിലും അഹങ്കാരത്തോടുകൂടി ധിക്കാരത്തോടുകൂടി അതിനെ ഒഴിവാക്കുകയാണെങ്കിൽ, അതിനെ എതിർക്കുകയാണെങ്കിൽ അല്ലാഹു തആല അവനെ ശിക്ഷിക്കുന്നതാണ്, പിടികൂടുന്നതാണ്. വമൻ ഇബ്തഗൽ ഹുദാ മിൻ ഗൈരിഹി അവല്ലഹുല്ലാഹ്, ഖുർആൻ കൊണ്ടല്ലാതെ മറ്റെന്തെങ്കിലും കൊണ്ട് ഒരാൾ ഹിദായത്ത് തേടുകയാണെങ്കിൽ അള്ളാഹു അവനെ വഴികേടിലാക്കുന്നതുമാണ്.
വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ, അള്ളാഹു ഇട്ടിട്ടുള്ള കയറാണത്, അള്ളാഹുവിന്റെ കയറാണ്. വഹുവ ദിക്റുൽ ഹക്കീം, അത് ദിക്റും ഹക്കീം, അത് വളരെ മൂല്യവത്തായ വാചകങ്ങൾ ഉൾക്കൊള്ളുന്ന, അറിയിപ്പുകൾ ഉൾക്കൊള്ളുന്ന ഉത്ബോധനമാണ്. വഹുവ സിറാത്തുൽ മുസ്തഖീം, ഖുർആൻ തന്നെയാണ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത്. ഹുവല്ലദീ ലാ തസീഗു ബിഹി അൽ അഹ്വാ, ഇച്ഛകൾ, ഒരാളുടെ ഇച്ഛ ആ ഖുർആനെ പിൻപറ്റിക്കൊണ്ടാവുകയാണ് എങ്കിൽ അവൻ എന്താവുകയില്ല, സൈഗ് സംഭവിക്കുകയില്ല. സൈഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴികേട് എന്ന നിലക്ക് പറയാറുണ്ട്. ഉദാഹരണത്തിന് ഖുർആനിൽ തന്നെ ദുആ വന്നിട്ടുണ്ട്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഇവിടെ സൈഗ് എന്നുള്ള പദത്തിനെ ചില പണ്ഡിതന്മാർ ഒന്നുകൂടി കൃത്യമായി വിശദീകരിച്ചത്, അയാൾക്ക് പോലും മനസ്സിലാകാത്ത രീതിയിൽ അയാൾക്ക് സംഭവിക്കുന്ന വഴികേടാണ്. ഒരു ഉപമ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മരുഭൂമിയിലൂടെ ഒരാൾ ഒരു വടി കൊണ്ട് ഒരു നേരെയുള്ള വര വരയ്ക്കാന്ന് വിചാരിക്കാം. അയാൾ ഇങ്ങനെ വരച്ച് കുറെ നീളത്തിൽ വരച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നോക്കുമ്പോൾ എന്താ തോന്നുക, ഞാൻ നേരെയാണ് വരച്ചിട്ടുള്ളത് എന്നാണ്. അടുത്ത് നോക്കുമ്പോൾ അയാളുടെ വരയെ പറ്റി അയാൾക്ക് തോന്നുക. പക്ഷേ പുറത്ത് നിന്ന് ദൂരെ നോക്കുന്ന ആൾക്ക് എന്ത് മനസ്സിലാകും, അത് വളഞ്ഞു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാകും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന വഴികേടിനാണ്, അല്ലെങ്കിൽ പിഴച്ചു പോകുന്നതിനാണ് സൈഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരാൾ അവന്റെ ഇച്ഛയെ ഈ ഖുർആനാക്കി കഴിഞ്ഞാൽ അവനൊരിക്കലും അവനെന്താവില്ല, ഒരു സൈഗ് സംഭവിക്കുകയില്ല. വലാ തൽതബിസു ബിഹിൽ അൽസിന, ആ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ അതിന്റെ ഭാഷ ബുദ്ധിമുട്ടായതുകൊണ്ട്, അതിന്റെ വാക്കുകൾ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതിന് സംഭവിക്കലു, കൂടിക്കുഴയിൽ അതിന് സംഭവിക്കൂല. അത് വ്യക്തമായ അറബി ഭാഷയിലാണ്. വലാ തശ്ബഉ മിൻഹുൽ ഉലമാ, പണ്ഡിതന്മാർക്ക് അതൊരിക്കലും മതിയാവുകയില്ല. അതിൽ നിന്ന് അഹ്കാമുകൾ എടുത്തുകൊണ്ടും അതുപോലെ തന്നെ വിധിവിലക്കുകൾ പഠിച്ചുകൊണ്ടും അത് മനസ്സിലാക്കിക്കൊണ്ടും ഒരിക്കലും ഉലമാക്കൾക്ക് അതിനെ മതി വരികയില്ല. വലാ യഖ്ലഖു അൻ കസ്റത്തി റദ്ദ്, ഈ ഭാഗത്തിന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത് നിൽക്കുന്നത് കൊണ്ട് നുരുമ്പില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, അവിടെ റദ്ദിന്റെ ഉദ്ദേശം വന്നിട്ടുള്ളത് ആവർത്തിച്ചുള്ള പാരായണം എന്നുള്ളതാണ്. റദ്ദ് എന്നുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചത് ആവർത്തിച്ചുള്ള പാരായണം കൊണ്ട് അത് നുരുമ്പിപ്പോവുകയില്ല. അത് ഉദ്ദേശം എത്ര പാരായണം ചെയ്താലും അതുകൊണ്ട് മടുപ്പ് തോന്നുകയില്ല, എത്ര പാരായണം ചെയ്താലും അത് മടുത്തു പോകുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. വലാ തൻഖദി അജായിബുഹു, അതുപോലെ തന്നെ അതിലെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ അതൊരിക്കലും അവസാനിക്കുകയുമില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. ഹുവല്ലദീ ലം തൻതഹിൽ ജിന്നു ഇദ് സമിഅത്ഹു ഹത്താ ഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബ യഹ്ദി ഇല റുശ്ദി ഫആമന്നാ ബിഹി, ജിന്നുകൾ പോലും അത് കേട്ട് നിന്നുപോയി. അവർ പറഞ്ഞുപോയ വാക്കാണ് അത്ഭുതകരമായിട്ടുള്ള ഖുർആൻ ഞങ്ങൾ കേട്ടു. മൻ ഖാല ബിഹി സദഖ, ആ ഖുർആൻ കൊണ്ട് സംസാരിച്ചവൻ സത്യമാണ് പറയുന്നത്. വമൻ അമില ബിഹി ഉജിറ, അതുകൊണ്ട് പ്രവർത്തിച്ചവന് പ്രതിഫലം നൽകപ്പെടും. വമൻ ഹക്കമ ബിഹി അദല, അതുകൊണ്ട് വിധി കൽപ്പിക്കുന്നവൻ നീതിപൂർവമാകും. വമൻ ദഅ ഇലൈഹി ഹുദിയ ഇലാ സിറാത്തി മുസ്തഖീം, അതിലേക്ക് ആരെങ്കിലും ക്ഷണിക്കുന്നവൻ ഹിദായത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ ഈ റിവായത്തിനെ അലി റളിയല്ലാഹുവിന്റെ ഖൗലായിക്കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർത്തിയ രീതിയിൽ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അടുത്ത ഹദീസ് ഖുർആനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കിതാബുമായി ബന്ധപ്പെട്ട വസിയത്തുകളിൽ അടുത്തത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ള ഒരു റിവായത്ത്. وعن أبي الدرداء رضي الله عنه مرفوعا ما أحل الله في كتابه فهو حلال وما حرم فهو حرام وما سكت عنه فهو عافية فاقبلوا من الله عافيته فإن الله لم يكن لينسى شيئا ثم تلا وما كان ربك نسيا فإن الله لم يكن لينسى شيئا ثم تلا وما كان ربك نسيا رواه البزار وابن أبي حاتم والطبراني. ഈ ഒരു ഹദീസ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു മർഫൂ ആയിക്കൊണ്ട്, മർഫൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സഹാബി ഒരു വാക്ക് പറയുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചേർത്തുകൊണ്ട് പറയുകയും ചെയ്യുന്നതിനാണ് മർഫൂ എന്ന് പറയുക. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചേർക്കുന്ന റിവായത്തുകൾക്കാണ് പൊതുവെ എന്ത് പറയാറുള്ളത്, മർഫൂ എന്ന് പറയാറുള്ളത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സഹാബിമാരുടെ വാക്കുകൾക്കും മർഫൂ എന്ന് പറയാറുണ്ട്. അതെപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സഹാബി പറയുകയാണ്, നുഹീന കദ ഉമിർന കദ, ഞങ്ങളോട് ഇങ്ങനെ വിരോധിക്കപ്പെട്ടു, ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിക്കപ്പെട്ടു. ഈ നിലക്കുള്ള വാക്കുകൾ പറഞ്ഞാൽ എന്താ ഉദ്ദേശം? സഹാബികളോട് കൽപ്പിക്കാനും വിരോധിക്കാനും ആരാ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉള്ളത്. അപ്പൊ ഈ നിലക്ക് സഹാബികളുടെ വാക്ക് വന്നാലും അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചേർക്കപ്പെട്ട റിവായത്തുകളായിട്ട്
പരിഗണിക്കാറുണ്ട്. അവിടെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചേർത്തുകൊണ്ട് പറയുകയാണ്, മാ ഹല്ലല്ലാഹു ഫീ കിതാബിഹി ഫഹുവ ഹലാലുൻ. അള്ളാഹു അവന്റെ കിതാബിൽ എന്താണോ ഹലാലാക്കിയിട്ടുള്ളത്, അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുള്ളത്, അത് ഹലാലാണ്. വമാ ഹറമ ഫഹുവ ഹറാമുൻ. ഖുർആനിൽ എന്താണോ ഹറാമാണെന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഹറാമുമാണ്. വമാ സകത അൻഹു ഫഹുവ ആഫിയത്തുൻ. ഇനി ചില കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുണ്ടാകില്ല, അതെന്താണ്? അത് ആഫിയത്താണ്. അഥവാ അല്ലാഹു തആല ഒരു ഒഴിവ് കഴിവ് വിട്ടുവീഴ്ച തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഫഖ്ബലു മിനല്ലാഹി ആഫിയതഹു. അല്ലാഹുവിൽ നിന്ന് അല്ലാഹുവിന്റെ ആഫിയത്ത് നിങ്ങൾ സ്വീകരിച്ചുകൊള്ളുക. ഫഇന്നല്ലാഹ ലം യകുൻ ലയൻസാ ഷൈഅൻ. അല്ലാഹു തആല എന്താവൂല, ഒന്നും മറന്നു പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഫഇന്നല്ലാഹ ലം യകുൻ ലിയൻസാ ഷൈഅൻ എന്തെങ്കിലും മറക്കുന്ന ഒരവസ്ഥ അള്ളാഹുവിനെ സംബന്ധിച്ചോളം ഇല്ല. സുമ്മ തലാ വമാ കാന റബ്ബുക നസിയ. എന്നിട്ട് ഈ ആയത്ത് പാരായണം ചെയ്തു. സൂറത്ത് മറിയമിലെ 64-ാമത്തെ ആയത്ത്, വമാ കാന റബ്ബുക നസിയ, നിന്റെ റബ്ബ് മറക്കുന്നവനല്ല എന്നുള്ളത്. ഇത് ഒരു ഹദീസിനെ ബന്ധിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട വേറൊരു ഹദീസിന്റെ അതേ ആശയത്തെയാണ് ഇത് വന്നിട്ടുള്ളത്. ഏതാണ് ഹദീസ്? ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. ഹലാല് എന്നുള്ളത് അനുവദനീയമായത് വ്യക്തമായിട്ടുണ്ട്, ഹറാം ഏതാണ് എന്നുള്ളതും വ്യക്തമാണ്. വബൈനഹുമാ ഉമൂറുൻ മുശ്തബിഹാത്തുൻ. അതിന്റെ ഇടയിൽ ചില കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹുന്ന കസീറുൻ മിനന്നാസ്. അധിക ആളുകൾക്കും അറിയാത്തത്. അതുപോലെ ആ ഹദീസിന്റെ ആശയം പോലെ ഖുർആനിൽ ഹലാലായ കാര്യങ്ങൾ, അനുവദനീയമായ കാര്യങ്ങൾ, അത് പിന്നെ സംശയത്തിന്റെ വകയില്ല, അത് ഹലാലാണ്. ഹറാമാക്കിയ കാര്യങ്ങൾ അത് ഹറാമാണ്, അതിൽ പിന്നെ ഒരു സംശയത്തിനോ വേറൊന്നിനോ വകയില്ല. എന്നാൽ ചില കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാതിരുന്നിട്ടുണ്ട്. സക്കത്ത എന്ന് പറഞ്ഞാൽ നിശബ്ദമാവുക എന്നുള്ളത്, അഥവാ അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറയാതിരുന്നിട്ടുണ്ട്. അത് ഈ ഉമ്മത്തിന് ബുദ്ധിമുട്ടാവും എന്ന നിലക്ക്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച നൽകുന്നു എന്ന നിലക്ക് അല്ലാഹു നൽകിയിട്ടുള്ളതാണ്. ആ വിട്ടുവീഴ്ചകൾ നിങ്ങൾ സ്വീകരിക്കുക, അത് എന്ത് ചെയ്യരുത്, അത് സ്വീകരിക്കാതിരിക്കരുത് എന്ന നിലക്ക്. അല്ലാതെ അള്ളാഹു മറന്നിട്ടല്ല അതിനെപ്പറ്റി പറയാതെ പോയിട്ടുള്ളത്, അതൊരു ഒഴിവ് കഴിവായിട്ട്, ഒരു വിട്ടുവീഴ്ചയായിട്ട് നിങ്ങൾക്ക് തന്നതാണ് എന്ന് പറഞ്ഞു കാണാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ ഉണ്ടാകും. ആ വിഷയങ്ങളിൽ എന്താണോ പറഞ്ഞത് അങ്ങനെ ചെയ്താൽ മതി. അതിനപ്പുറത്തേക്ക് കൂടുതൽ ചോദ്യങ്ങളോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള സംസാരങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്യാം. അപ്പൊ ഏതുപോലെ ബനു ഇസ്രായേലുകാരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു? പശുവിനെ ഇറക്കാൻ പറഞ്ഞു. അവർക്കത് കേട്ടാൽ മതി. അതിനെക്കുറിച്ച് ബാക്കിയുള്ള വിശേഷണങ്ങളൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല ആദ്യ സമയത്ത്. അത് അവർക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു നൽകിയൊരു വിട്ടുവീഴ്ചയാണ്, അതനുസരിച്ച് ചെയ്താൽ മതി. പക്ഷെ അവർ ചോദിച്ച് ബുദ്ധിമുട്ടാക്കി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ ഹജ്ജ് നിർവഹിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ ചോദിച്ചു, എല്ലാ കൊല്ലവും നിർവഹിക്കണമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മറുപടി പറഞ്ഞില്ല. വീണ്ടും ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണമെന്നെങ്ങാനും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് എന്താകും? നിർബന്ധമാകും. എല്ലാ വർഷവും നിങ്ങൾ ഹജ്ജ് നിർവഹിക്കേണ്ടി വരും, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് പിന്നെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നുള്ളത്. അപ്പോൾ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ അത് അങ്ങനെ തന്നെയാണ്. ചില കാര്യങ്ങൾ അല്ലാഹു തആല പരാമർശിക്കാതെ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാത്തത് ഇരുന്നിട്ടുള്ളത് അള്ളാഹു മറന്നുകൊണ്ടല്ല, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള മഅഫൂൻ അൻഹു, വിട്ടുവീഴ്ച നൽകിയിട്ടുള്ള ചില കാര്യങ്ങളാണ് അള്ളാഹു അങ്ങനെ നൽകിയിട്ടുള്ളത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ഖുർആനിന് ഏറ്റവും നല്ലൊരു ഉപമയിലൂടെ, മനോഹരമായിട്ടുള്ള ഒരു ഉപമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണത്. വളരെ ചിന്താർഹമായിട്ടുള്ള ഒരു ഉപമയാണ്. وعن ابن مسعود رضي الله عنه أن رسول الله صلى الله عليه وسلم قال. ابن مسعود رضي الله عنه ذكرയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ضرب الله مثلا صراطا مستقيما. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ സിറാത്തൻ മുസ്തഖീമിലേക്ക് ഒരു ഉപമ പറയുന്നു. അഥവാ നേരെ ചൊവ്വയുള്ള പാത എന്താണ്, അതെങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമ പറയുന്നു. വഅലാ ജൻബതൈ അസ്സിറാത്ത് സൂറാൻ. ആ നേരായ പാതയുടെ രണ്ട് ഭാഗങ്ങളായിക്കൊണ്ട്, ജൻബത്തെ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങളായിക്കൊണ്ട് രണ്ട് മതിലുകളുണ്ട്. സൂറ എന്ന് പറഞ്ഞാൽ മതിൽ. രണ്ട് സൂറാൻ, രണ്ട് മതിലുകളുണ്ട്. ഫീഹിമാ അബ്വാബുൻ മുഫത്തഹത്തുൻ. അതിലെന്തുണ്ട്? ആ രണ്ട് മതിലുകളിൽ ഒരുപാട് കവാടങ്ങളുണ്ട്, തുറന്നു വെക്കപ്പെട്ടിട്ടുള്ള കവാടങ്ങളുണ്ട്. ഒരു നേരായ വഴിയുണ്ട്, അതിന് രണ്ട് ഭാഗത്ത് രണ്ട് മതിലുണ്ട്, ആ മതിലുകൾക്ക് കവാടങ്ങളുണ്ട്. വഅലൽ അബ്വാബി സുതൂറുൻ മുർഖാത്തുൻ. ആ കവാടങ്ങൾക്ക് മുമ്പിൽ ഒരു കർട്ടൻ ഉണ്ട്, അതിന് മറയിട്ടുകൊണ്ടുള്ള ഒരു മറയുണ്ട്, കർട്ടൻ പോലെ മറയിട്ടിട്ടുണ്ട്. അപ്പോ ഒരു വഴിയാണ്, രണ്ട് ഭാഗത്ത് രണ്ട് മതിലാണ്, ആ മതിലിന് കവാടങ്ങളുണ്ട്, അതിനു മുമ്പിൽ ഒരു തുണി കൊണ്ട് മറയിട്ടിട്ടുണ്ട്.
വഇൻദ റഅസി സിറാത്ത് ദാഇൻ, ആ പിന്നെ വഴിയുടെ മുകൾ ഭാഗത്തിലായിക്കൊണ്ട്, അതിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലായിക്കൊണ്ട് ഒരു വിളിക്കുന്ന ഒരാളുണ്ട്. യഖൂൽ, അയാൾ വിളിക്കുന്നുണ്ട്, ഇസ്തഖീമു അല സിറാത്ത്, അഥവാ വഴിയുടെ നേരെ നോക്കിയാൽ ആ ഭാഗത്തായിക്കൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇസ്തഖീമു അല സിറാത്ത് വലാ തഅവജ്ജു, നിങ്ങൾ ആ പാതയിലൂടെ നേരെ ചൊവ്വേ വരിക, നിങ്ങൾ എന്ത് പോകരുത്, തെറ്റിപ്പോകരുത്, നിങ്ങൾക്കൊരു വക്രത, വളവ് തിരിവ് ഉണ്ടാവരുത്, പഴച്ചു പോകരുത്, നേരെ വണ്ണം നിങ്ങൾ വരണം, നേരെ ചൊവ്വേ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരാൾ വിളിക്കുന്നുണ്ട്. വഫൗഖ ദാലിക ദാഇൻ, അതിന്റെ മുകളിലായിക്കൊണ്ട്, ആ വഴിയുടെ മുകളിലായിക്കൊണ്ട് ഒരാളുണ്ട്. യദ്ഉ കുല്ലമാ ഹമ്മ അബ്ദുൻ അൻ യഫ്തഹ ശൈഅൻ മിൻ തിൽകൽ അബ്വാബ്, ആ മുകളിലുള്ള ആള് വിളിച്ചുകൊണ്ടിരിക്കും. കുല്ലമാ ഹമ്മ അബ്ദുൻ, അടിമ എപ്പോഴൊക്കെ വിചാരിക്കുന്നുവോ, അൻ യഫ്തഹ ശൈഅൻ മിൻ തിൽകൽ അബ്വാബ്, അഥവാ ഈ കവാടങ്ങളുണ്ടല്ലോ കർട്ടൻ ഇട്ടിട്ടുള്ള, അതിലേതെങ്കിലും ഒന്നിനെ തുറന്നു നോക്കാൻ വേണ്ടി എപ്പോഴെല്ലാം ആ അടിമ ഉദ്ദേശിക്കുന്നുവോ അപ്പോഴെല്ലാം ആ മുകളിലുള്ള ആള് വിളിച്ചു പറയും, ഖാല വൈഹക്. വൈഹക് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വഈദിന് വേണ്ടി പറയുന്ന വാക്കാണ്, താക്കീതായിക്കൊണ്ട്. മലയാളത്തിൽ ഇപ്പൊ നാശം എന്നുള്ള അർത്ഥത്തിൽ പറയും, അത് സൂക്ഷിക്കുക, ഒരു താക്കീത് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. വൈഹക് ലാ തഫ്തഹു, നീ അത് തുറക്കരുത്. ഫഇന്നക ഇൻ തഫ്തഹു തലിജുഹു, നീ അത് തുറന്നാൽ നീ അതിലേക്ക് പ്രവേശിക്കും. സുമ്മ ഫസ്സറഹു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉപമയെ വിശദീകരിച്ചു. അഥവാ എന്താണ് ഉപമ പറഞ്ഞത്? ഒരു വഴി, രണ്ട് മതിലുണ്ട്, ആ മതിലിന് ഒരുപാട് കവാടങ്ങളുണ്ട്, അതിനെ കർട്ടനിട്ട് മൂടിയിട്ടുണ്ട്. ആ വഴിയുടെ നേരെ മുമ്പിലായിക്കൊണ്ട് ഒരാൾ ആ വഴിയിലൂടെ നേരെ ചൊവ്വേ വരണം, നിങ്ങൾ പഴച്ചു പോകരുത് എന്ന നിലക്ക് വിളിക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഒരാൾ പറയുന്നുണ്ട്, എപ്പോഴൊക്കെ അടിമ ഈ കർട്ടൻ നീക്കി അതിലേക്ക് നോക്കിയാൽ, അതിലേക്ക് കയറാൻ നോക്കിയാൽ മുകളിലുള്ള ആള് പറയും, വേണ്ട, നീ അത് തുറക്കണ്ട, നീ അത് തുറന്നാ പിന്നെ നീ അതിൽ കയറിപ്പോവും, അതിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നാശമായിരിക്കും എന്ന നിലക്ക് പറയാറുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപമയെ വിശദീകരിച്ചു. ഫഅഖ്ബറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന സിറാത്ത ഹുവൽ ഇസ്ലാം, ആ സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതാണ് എന്ത്? ഇസ്ലാം, ഈ ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട് നമുക്ക് നൽകിയിട്ടുള്ള ഈ ദീൻ എന്നുള്ളത് ആ സിറാത്തിനെ ആണ്, ആ ഇസ്ലാമിനെയാണ് സിറാത്തായി പറഞ്ഞിട്ടുള്ളത്. വന്നൽ അബ്വാബൽ മുഫത്തഹത മഹാരിമുല്ലാഹ്, ആ തുറന്നു വെച്ചിട്ടുള്ള കവാടങ്ങൾ എന്നുള്ളത് അല്ലാഹു തആല ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ആ തുറന്നു വെച്ചിട്ടുള്ള കവാടങ്ങൾ തുറന്നിട്ടുള്ളത്. വഅന്ന സുതൂറൽ മുർഹാത്ത് ഹുദൂദുല്ലാഹ്, ആ കർട്ടനുകൾ എന്നുള്ളത്, ആ മറയിട്ടിട്ടുള്ളത് എന്നുള്ളത് അത് അല്ലാഹുവിന്റെ ഹുദൂദുകൾ, ഹദ്ദാണ്, പരിധിയാണ്. അഥവാ കതക് തുറന്നിട്ട് കിടക്കുന്ന സാധനം ഹറാമാണ്, അതിന്റെ പരിധി, ആ കർട്ടൻ വരെ ഒരാൾക്ക് പോകാൻ പറ്റുള്ളൂ, അത് തുറന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, പോകാൻ പറ്റൂല, ഹദ്ദാണത്, അതിന്റെ പരിധിയാണത്. വഅന്ന ദാഇയ അലാ റഅസി സിറാത്ത് ഹുവൽ ഖുർആൻ, ആ സിറാത്തിന്റെ അറ്റത്ത് നിന്നുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ദാഇ, നേരായ മാർഗത്തിൽ വേണം, പഴച്ചു പോകരുതെന്ന് പറയുന്ന ദാഇ, അത് ഖുർആനാണ്. വഅന്ന ദാഇയ മിൻ ഫൗഖിഹി, അതിന്റെ മുകളിലായി നിൽക്കുന്ന വിളിക്കുന്ന ആൾ എന്നുള്ളത് ഹുവ വാഇദുല്ലാഹി ഫീ ഖൽബി കുല്ലി മുഅ്മിനിൻ, അത് വാഇദുല്ലാഹ്, അല്ലാഹുവിന്റെ ഉപദേശകനാണ്. ഫീ ഖൽബി കുല്ലി മുഅ്മിനിൻ, എല്ലാ മുഅ്മിനിന്റെയും ഖൽബിലുണ്ടാകുന്ന അല്ലാഹുവിന്റെ ഉപദേശകനാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. റവാഹു റസീൻ വറവാഹു അഹ്മദ് വതിർമിദി അൻ നവാസ് ഇബ്നു സമആൻ ബിനഹ്വിഹി. ഈ ഒരു ഉപമ വളരെ ചിന്തിച്ചാൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന, അല്ലെങ്കിൽ ഈ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഹദീസ് എന്നുള്ളത്, സിറാത്ത് എന്നുള്ളത്, സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് എന്താണ്? ഇസ്ലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിട്ടുള്ള, നാളെ പരലോകത്ത് അല്ലാഹു തആല സ്വീകരിക്കുന്ന ഇസ്ലാം ദീനാണ്. അതാണ് സിറാത്തുൽ മുസ്തഖീം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ദീനിൽ നമുക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ നാം വിളി കേൾക്കേണ്ട, നാം അനുസരിക്കേണ്ട വിളി ആരുടേതാണ്? ഖുർആനിന്റേതാണ്. ഖുർആനാണ് ഈ ദീനിലേക്ക് നമ്മളെ ഏറ്റവും നേരാവണ്ണം നയിക്കുന്നത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏതാണോ നേരെ ചൊവ്വയുള്ളത് അതിലേക്ക് അല്ലാഹു നയിക്കുന്ന കാര്യമാണെന്ത്? ഖുർആൻ എന്നുള്ളത്. അപ്പൊ ഖുർആൻ എന്നുള്ളത് ക്ഷണിക്കുന്നത് ഈ സിറാത്തുൽ മുസ്തഖീമിലേക്കാണ്. പിന്നെ പറഞ്ഞ കാര്യം, ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ നാം സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് ഭാഗത്തും എന്തുണ്ട്? ഒരുപാട് മഹാരിമുകൾ, തുറന്നു വെച്ചിട്ടുള്ള ഹറാമായ കാര്യങ്ങളുണ്ട്. അല്ലാഹു തആല ഹറാമാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ
തുറന്നു വെച്ച രീതിയിൽ നമ്മുടെ രണ്ട് ഭാഗത്തുമുണ്ട്. ആ മതിലിന്റെ രണ്ട് ഭാഗത്തുമുണ്ട്. അതിൽ ധാരാളം ഹറാമുകൾ ഉണ്ടാകും. പക്ഷെ നമ്മൾ നേരെ ചൊവ്വേ മുന്നോട്ട് പോകണം. അവിടെ അതിനൊരു മറയുണ്ട്. അതിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ അല്ലാഹു തആല ഒരു ഹദ് വെച്ചിട്ടുണ്ട്. ഉദാഹരണം, ദിന, വ്യഭിചാരം, അത് ഹറാമാണ്. അത് അല്ലാഹു തആല ഹറാമാക്കിയുള്ള കാര്യമാണ്. എന്നാൽ വ്യഭിചാരം മാത്രമാണോ അല്ലാഹു ഹറാമാക്കിയത്? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് അടുക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് നയിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഒരാണും പെണ്ണും ഒറ്റക്കാവരുത്. അതുപോലെ തന്നെ ആ രീതിയിലുള്ള കാര്യങ്ങൾ പുരുഷന്മാരോട് ദൃഷ്ടി താഴ്ത്താൻ പറഞ്ഞു. സ്ത്രീകളോട് അവരുടെ ശരീരം, അവരുടെ സൗന്ദര്യം മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലല്ലാതെ മറച്ചു വെക്കണം എന്ന് പറഞ്ഞു. സൂറത്ത് നൂർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് നയിക്കുന്ന, വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത കാര്യങ്ങളെയെല്ലാം തടയുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തു നൂർ എന്ന് പറയുന്നത്. അപ്പോ അതെന്തായി? അപ്പോ ഹറാമുകളുണ്ട്, എന്നാൽ അതിന്റെ ഹദ്ദുകളുണ്ട്, അതിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ. അതുപോലെ ഏതൊരു കാര്യം നോക്കുകയാണെങ്കിലും ഒരു തെറ്റിലേക്ക് നയിക്കപ്പെടാതിരിക്കാനുള്ള പരിധികൾ അതിന്റെ വ്യത്യസ്ത മേഖലയിൽ വെച്ചിട്ടുണ്ടാകും. അപ്പോ അല്ലാഹു തആല ഇന്നോടത്ത് നിൽക്കണം എന്ന് പറഞ്ഞതാണ് ഹദ്. അതാണ് അതിന്റെ കർട്ടനുകൾ എന്നുള്ളത്. ഇനി ആരെങ്കിലും ആ കർട്ടൻ, ആ മറ നീക്കി അതെന്താണ് എന്നതിലേക്ക്, അഥവാ ഹദ്ദിന്റെ ഒരു പരിധി മാറിക്കൊണ്ട് അതിലേക്ക് കയറാൻ തുനിഞ്ഞാൽ അതിന് മുകളിലുള്ള മറ്റൊരു ദാഇ, വിളിക്കുന്ന ആൾ പറയും, നീ അത് തുറക്കരുത്, നീ അത് തുറന്നാൽ നീ അതിലേക്ക് പ്രവേശിക്കും. അഥവാ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ ഹദ് നമ്മൾ തെറ്റിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റിൽ പോയി വീഴുകയാണ് നമുക്കുണ്ടാകുന്ന അവസ്ഥയുണ്ടാവുക. ഇനി ആരാണ് ആ വിളിച്ചു പറയുന്ന ആൾ? അതാണ് പറഞ്ഞത്, വാഇലുല്ലാഹി ഫീ ഖൽബി കുല്ലി മുഅ്മിനിൻ, എല്ലാ മുഅ്മിനിന്റെയും ഖൽബിലുള്ള അള്ളാഹുവിന്റെ വാഇലാണ് എന്നുള്ളത്. അതായത് നമ്മുടെ എല്ലാം ഖൽബിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനും അതുപോലെ തന്നെ ഒരു പിശാചിനുമുള്ള സ്ഥാനമുണ്ട്. മലക്ക് നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതും പിശാച് തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന അവസ്ഥയുമായിട്ട് നമ്മുടെ ഖൽബിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതിൽ നമ്മളൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മെ ഓർമ്മിപ്പിക്കാനും അതുപോലെ തന്നെ അതിന്റെ അപകടങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്താനും അള്ളാഹുവിന്റെ ഒരു വാഇബ് നമ്മുടെ ഖൽബിൽ ഉണ്ടാകും. അള്ളാഹുവിന്റെ ഒരു ഉപദേശകം നമ്മുടെ ഖൽബിൽ. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, ഒരു തെറ്റിലേക്ക് മുഅ്മിന്റെ ഖൽബിലാണ് ഉണ്ടാവുക, ഈമാനുള്ള ആളുകളുടെ ഖൽബിലാണ് ഉണ്ടാവുക. ഈമാനുള്ള ഒരാൾ ഒരു തെറ്റിലേക്ക് മുതിരുമ്പോൾ അവന്റെ ഉള്ളിൽ അവന് തോന്നും, ഈ തെറ്റ് ചെയ്താൽ നിനക്ക് അപകടമാണ്, അല്ലെങ്കിൽ നിനക്കത് ദോഷം സംഭവിക്കും. നമ്മളെല്ലാവരുടെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് അല്ലാഹു തആല ഒരു തെറ്റിലേക്ക് പോകുന്ന സമയത്ത് അവനെ ഉപദേശിക്കാൻ ഒരു മലക്കിനെ നിയോഗിച്ചിട്ടുണ്ട്. അത് ഖൽബിൽ ഉപദേശിക്കുകയും ചെയ്യും. അതാണ് വാഇദുല്ലാഹി ഫിൽ ഖൽബ് എന്ന് പറയുന്നത്. ഏതൊരു തെറ്റ് ചെയ്യുമ്പോഴും ഒരു മുഅ്മിനിനെ ആ തെറ്റിലേക്ക് കടക്കുമ്പോൾ തെറ്റ് ചെയ്യണമെന്നില്ല, അതിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഓർമ്മപ്പെടുത്തൽ തരും. അത് അപകടത്തിലേക്കുള്ള പോക്കാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഒരു മുഅ്മിനിന് നൽകും. അതാണ് വാഇദുല്ലാഹി ഫിൽ ഖൽബ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടത് ഖുർആൻ, നേരായ മാർഗമായിട്ടുള്ള ഇസ്ലാമിൽ നമ്മെ നിലനിർത്തണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യം ഖുർആനാണ്. ഖുർആനിനെ മുറുകെ പിടിച്ചാൽ നേരെ ചൊവ്വയുള്ള പാതയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. അടുത്ത ഹദീസ് കുറച്ച് ഗൗരവമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് ഉസൂൽ തഫ്സീറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉസൂൽ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ്. وعن عائشة رضي الله عنها قالت, عائشة رضي الله عنها പറയുന്നു, تلا رسول الله صلى الله عليه وسلم هو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب فقرأ إلى قوله وما يذكر إلا أولو الألباب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സൂറത്ത് ആലി ഇമ്രാനിലെ 7ാമത്തെ ആയത്ത് പാരായണം ചെയ്തു. അതിന്റെ മുഴുവൻ ഭാഗം ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് നിന്റെ മേലെ കിതാബ് ഖുർആൻ ഇറക്കിയത്. മിൻഹു ആയാത്തുൻ മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ്, അതിൽ മുഹ്കമായ ആയത്തുകളുണ്ട്. അഥവാ ഒരു വ്യാഖ്യാനത്തിന്റെയും ആവശ്യമില്ലെങ്കിൽ പോലും കൃത്യമായി ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുകളുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ്, അതാണ് ഖുർആനിന്റെ മുഴുവൻ ഭാഗവും. ഖുർആനിന്റെ മുഴുവൻ ഭാഗവും അതാണ്. ഈ ഉമ്മ എന്നുള്ള പദം അറബിയിൽ ഈ ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ചില ആളുകൾ ഉമ്മുൽ ഖുർആൻ, സൂറത്തുൽ ഫാത്തിഹന്റെ ഉമ്മുൽ ഖുർആൻ എന്നുള്ള പേരിൽ ഖുർആന്റെ മാതാവ് എന്ന നിലക്ക് പറയാറുണ്ട്. അതല്ല അതിന്റെ ഉദ്ദേശം. ഖുർആന്റെ മാതാവ് എന്നുള്ള അർത്ഥമല്ല, ഖുർആനിൽ പ്രധാനപ്പെട്ടത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുപോലെ ഖുർആനിലെ ഭൂരിഭാഗവും പ്രധാനപ്പെട്ട ഭാഗവും മുഹ്കമായ ആയത്തുകളാണ്. വഉഖറു മുതശാബിഹാത്ത്, എന്നാൽ മറ്റു ചില ആയത്തുകളുണ്ട്
മുത്തശാബിഹാത്തായ ആയത്തുകൾ അഥവാ വ്യാഖ്യാന സാധ്യതയുള്ള ആയത്തുകൾ. തഫ്സീർ എളുപ്പത്തിൽ പറഞ്ഞാൽ രണ്ട് രീതിയിൽ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വിശദീകരിച്ചാൽ മാത്രമേ അർത്ഥം മനസ്സിലാകൂ എന്നുള്ള ആയത്തുകൾക്കാണ് എന്ത് പറയുന്നത്? മുത്തശാബിഹാത്തായ ആയത്തുകൾ എന്ന് പറയുന്നത്. ഖുർആനിൽ രണ്ട് തരത്തിലുള്ള ആയത്തുകളാണ്. ഒന്നെന്താണ്? മുഹ്കമായ ആയത്തുകൾ അഥവാ ആശയം വ്യക്തമായി തന്നെ മനസ്സിലാകുന്ന, ഒരു വിശദീകരണം ഇല്ലെങ്കിൽ പോലും ആശയം ഏതൊരു സാധാരണക്കാരനും ബോധ്യപ്പെടുന്ന തരത്തിലുള്ളത്. മുത്തശാബിഹാത്ത ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കേണ്ടി വരും. ഉസൂൽ തഫ്സീറിന്റെ ഖായിദകൾ ഉപയോഗിച്ച് അതിന്റെ മറ്റു പല കാര്യങ്ങൾ അറിയുന്ന അടിസ്ഥാനത്തിൽ വിശദീകരിച്ചാൽ മാത്രം ആശയം മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ രണ്ട് രീതിയിൽ വ്യാഖ്യാന സാധ്യതയുള്ളത്, അങ്ങനെയുള്ളതാണ് മുത്തശാബിഹാത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ, ആരുടെ കൽബിലാണോ വക്രതയുള്ളത് അഥവാ പിഴവുള്ളത്, വഴികേടുള്ളത്, ഫയത്തബിഊന മാ തശാബഹ മിൻഹു, അവർ ഈ വ്യാഖ്യാന സാധ്യതയുള്ള ആയത്തുകളുടെ പിന്നാലെ കൂടും. അതിനെ ഓരോ തരത്തിൽ വ്യാഖ്യാനിച്ച് അതിന്റെ അർത്ഥം അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ കൂടിക്കൊണ്ടേയിരിക്കും. എന്താ ഒരു പിന്നാലെ കൂടുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇബ്തിഗാഅൽ ഫിത്ന വബ്തിഗാഅ തഅ്വീലിഹി, ആ പിന്നാലെ കൂടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഫിത്ന ഉദ്ദേശിച്ച്, ഒരു ഫിത്ന ഉണ്ടാക്കാൻ, ആളുകളുടെ ഇടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ ഇബ്തിഗാഅ തഅ്വീലി, തെറ്റായ രീതിയിൽ അതേ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട്. വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്, ചില കാര്യങ്ങൾ അതിന്റെ യഥാർത്ഥ വ്യാഖ്യാനം ആർക്കേ അറിയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ സ്വർഗത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ യഥാർത്ഥ രൂപം എങ്ങനെ അറിയുള്ളൂ? അള്ളാഹുവിനെ അറിയുള്ളൂ. അതുപോലെ ധാരാളം കാര്യങ്ങൾ. വറാസിഖൂന ഫിൽ ഇൽം, ഇൽമിൽ റാസിഖീങ്ങളായിട്ടുള്ള, റാസിഖീങ്ങൾ പറഞ്ഞാൽ ഉന്നതരായിട്ടുള്ള ആളുകൾ, അവർ പറയുന്നത് വറാസിഖൂന ഫിൽ ഇല്ലല്ലാഹ് വറാസിഖൂന ഫിൽ ഇൽം, ഇൽമിൽ ഉന്നതിയിലുള്ള ആളുകൾ അവർ പറയുന്ന വാക്ക് എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ളതാണ്. കുല്ലും മിൻ ഇൻദില്ലാ, എല്ലാം അള്ളാഹുവിന്റെ ഭാഗത്തുള്ളതാണ് എന്നാണ് അവർ പറയുക. ഇവിടെ ഈ ഒരു ആയത്തിന്റെ ഭാഗം പാരായണം ചെയ്തിട്ട്, ഇതിന്റെ അവസാനം വരെ പാരായണം ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് പറഞ്ഞു, ഫഇദാ റഅയ്തുമുൽ ലദീന യത്തബിഊന മാ തശാബഹ മിൻഹു, നിങ്ങൾ കാണുകയാണ് ഈ മുത്തശാബിഹാത്തായ ആയത്തുകളുടെ പിന്നാലെ മാത്രം കൂടുന്ന ആളുകളെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടും വിശദീകരിച്ചുകൊണ്ടും നടക്കുന്ന ആളുകളെ കാണുകയാണ് എങ്കിൽ, ഫൗലൈക അല്ലദീന സമ്മല്ലാഹ് ഫഹ്ദറൂഹും, അവരെ പറ്റിയാണ് അള്ളാഹു ഇവിടെ കൽബിൽ വക്രതയുള്ളവരെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു താക്കീത് ചെയ്തിട്ടുള്ളത്, അവരെ സൂക്ഷിക്കണം എന്ന് പറയുകയാണ്. ഇവിടെ ആദ്യം നമുക്ക് എന്താണ് മുഹ്കമായ ആയത്തുകൾ, എന്താണ് മുത്തശാബിഹായ ആയത്തുകൾ എന്ന് പറയാം. മുഹ്കമായ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ നാം പറഞ്ഞല്ലോ ഒരു തഫ്സീറിന്റെ ആവശ്യം ഉണ്ടാവും. ഇപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഇല്ല, ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്കാണ് സർവ്വസ്തുതിയും. അല്ലെ അതുപോലെയുള്ള ഭൂരിഭാഗം ആയത്തുകൾ എന്താണ്? മുഹ്കമായ ആയത്തുകളാണ്. നേരാവണ്ണം ഒരാൾക്ക് അർത്ഥം മനസ്സിലാകുന്ന, ഒരു കുഴപ്പമില്ലാത്ത. എന്നാൽ ചില ആയത്തുകൾ മുത്തശാബിഹാത്തായ ആയത്തുകൾ എന്ന് പറയും. പരസ്പര സാദൃശ്യം തോന്നുന്ന, അല്ലെങ്കിൽ വ്യാഖ്യാന സാധ്യതയുള്ള, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ആയത്ത് വരുന്ന, അല്ലെങ്കിൽ തഫ്സീർ ചെയ്താലേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് വരുന്ന ആയത്തുകൾ. അങ്ങനെ വരുന്ന ആയത്തുകളിൽ പെട്ടതാണ് മുത്ലഖായ ആയത്തുകൾ എന്ന് പറയും. മുത്ലഖായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള ആയത്തുകൾ, അല്ലെങ്കിൽ മുജ്മലായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള ആയത്തുകൾ, അല്ലെങ്കിൽ മൻസൂഖായിട്ടുള്ള ആയത്തുകൾ, നസ്ഖ് ചെയ്യപ്പെട്ട ആയത്തുകൾ. അപ്പൊ മുത്ലഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുള്ള ആയത്തുകൾ. മുത്ലഖ് അതിനെ വ്യക്തമാക്കുന്നതിനാണ് മുബയ്യനായ ആയത്തുകൾ എന്ന് പറയാം. മുത്ലഖിനെ മുഖയ്യദ്, മുജ്മലായ ആയത്തിനെ വ്യക്തമാക്കാൻ മുബയ്യനായ ആയത്ത് പറയും. മൻസൂഖായ ആയത്തിനെ, വിധി നസ്ഖ് ചെയ്യപ്പെട്ട, അതായത് ഒരു വിധി വന്നിട്ടുണ്ടാകും, അതിനെ പിന്നെ വിധിയെ പിന്നെ നീക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ ആയത്ത് അവിടെ ബാക്കിയായിട്ടുണ്ടാവും, അങ്ങനെയുള്ള അതിനെ നാസിഖായ ആയത്ത് കൊണ്ട് ചെയ്യും. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അത് തഫ്സീർ ചെയ്യുമ്പോൾ അതിന്റെ പണ്ഡിതന്മാർക്ക് എന്തുകൊണ്ടാണ് അത് മുഖയ്യദാക്കേണ്ടത്, എന്തുകൊണ്ടാണ് അതിനെ മുബയ്യനാക്കേണ്ടത് എന്നീ കാര്യങ്ങൾ അറിയുന്നുണ്ടാകും. അപ്പോ മുഫസ്സിരീങ്ങൾ അതിനെ വിശദീകരിച്ച് തരേണ്ടി വരും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ പറയാം. ഒന്ന്, ഉദാഹരണത്തിന് ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് സൂറത്ത് നിസായിലെ 93-ാമത്തെ ആയത്ത്, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫീഹാ വഗളിബ അല്ലാഹു അലൈഹി വലഅനഹു വഅദ്ദ ലഹു അദാബൻ അദീമ. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിനെ വേണമെന്ന് വെച്ച് കൊന്നാൽ, മുതഅമ്മിദൻ അവൻ വേണമെന്ന് വെച്ച് കൊല്ലണം, അബദ്ധത്തിലല്ല, കൊല്ലണം എന്ന ഉദ്ദേശത്തിൽ തന്നെ കൊന്നു കഴിഞ്ഞാൽ,
ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫീഹ, അവനുള്ള പ്രതിഫലം എന്താണ്, അവനുള്ള ശിക്ഷ എന്താണ്, നരകമാണ്. ഖാലിദൻ ഫീഹ, അവിടെ ശാശ്വതമാണ് എന്നുള്ളതാണ്. ഈ ആയത്ത് ഓതിയിട്ടാണ് പല ഖവാരിജുകളും സഹാബികളും എന്താക്കിയത്, കാഫിറാക്കിയിട്ടുള്ളത്. സഹാബികൾക്കിടയിൽ പ്രശ്നമുണ്ടായ സമയത്ത് കാഫിറാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ആയത്ത് മാത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാവുക, ഒരു മുഅ്മിനെ കൊന്നവൻ നരകത്തിൽ ശാശ്വതമായിരിക്കും എന്നാണ് മനസ്സിലാകുക. എന്നാൽ മറ്റ് ആയത്തുകളിൽ അല്ലാഹു തആല സൂറത്തുൽ ഹുജറാത്തിലെ 9-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വൈൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന ഖതതലൂ ഫഅസ്ലിഹൂ ബൈനഹുമാ, രണ്ട് മുഅ്മിനീങ്ങളിൽ രണ്ട് കൂട്ടം ആളുകൾ അവർ യുദ്ധം ചെയ്യുകയാണെങ്കിൽ, പരസ്പരം കൊല്ലുകയാണെങ്കിൽ, ആ തരത്തിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവരിടയിൽ സുൽഹ് ഉണ്ടാക്കണം. അവിടെ അല്ലാഹു തആല എന്ത് പറഞ്ഞിട്ടില്ല, അവർ ശാശ്വതമായി നരകത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി അല്ലെങ്കിൽ ഹദീസ് നോക്കുകയാണ് എങ്കിലും തൗഹീദുള്ള വ്യക്തികൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തിനെ ആരെങ്കിലും വ്യാഖ്യാനിക്കാൻ നോക്കിയാൽ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, എന്തായാലും എന്ത് പറയാം, അവർ നരകത്തിൽ ശാശ്വതമാണ് എന്ന് പറയാം. എന്നാൽ അതിന്റെ തഫ്സീർ ചെയ്യുന്ന രീതിയിൽ ഹദീസുകൾ കൊണ്ടും മറ്റായത്തുകൾ കൊണ്ടും തഫ്സീർ ചെയ്യുമ്പോൾ അങ്ങനെ കൊന്നാൽ പോലും അവൻ തൗഹീദുള്ള ആളാണെങ്കിൽ നരകത്തിൽ ഒരു ദിവസം എന്താകും, അവൻ മോചിതനാകും എന്നുള്ളത് അവിടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള തെളിവുകളുണ്ട്. ആ അടിസ്ഥാനത്തിൽ അതിനെ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരുന്ന ആയത്തുകൾ ഉണ്ടാകും. മറ്റൊരു ഉദാഹരണം, നസ്ഖ് ചെയ്തതിന് ഒരു വിധി ഖുർആനിൽ വന്നിട്ട് ആ വിധിയെ ഇല്ലാതാക്കി ആയത്ത് ബാക്കി വെക്കുന്ന അതിനുദാഹരണമാണ് സൂറത്തുൽ ബഖറയിലെ 240-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വല്ലദീന يتوفون منكم ويذرون أزواجا وصية لأزواجهم متاعا إلى الحول غير إخراج. അഥവാ ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഭാര്യയുടെ ഇദ്ദ കാലഘട്ടത്തെ പറ്റി പറയുന്നിടത്ത് പറയുന്നുണ്ട് 1 വർഷക്കാലമാണ് എന്ത് ഇദ്ദ കാലഘട്ടം എന്ന്. ഭർത്താവ് മരിച്ചാൽ ഭാര്യ 1 വർഷം ഇദ്ദ ഇരിക്കണം എന്നുള്ളത്. എന്നാൽ അതിന്റെ ഹുക്മ് നസ്ഖ് ചെയ്തുകൊണ്ടുള്ള ആയത്താണ് 234-ാമത്തെ ആയത്ത് സൂറത്തുൽ ബഖറയിലെ തന്നെ, വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിൻ 4 അശ്ഹുരിൻ വഅശ്റാ. അവർ 4 മാസവും 10 ദിവസവും, ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ 4 മാസവും 10 ദിവസവും ഇദ്ദ ഇരുന്നാ മതി എന്നുള്ള ആയത്ത്. അപ്പൊ ആദ്യം ആ രണ്ടായത്തും ഖുർആനിലുണ്ട്. പക്ഷെ ആദ്യത്തേതിന്റെ വിധി എന്താണ്, നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് അമൽ ചെയ്യാൻ പറ്റൂല. അതിനെ വിശദീകരിക്കണം. ഈ നിലക്ക് ഖുർആനിന്റെ ആയത്തുകളെ മനസ്സിലാക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട ചില ഉസൂലുകളുണ്ട്. അതിന് ഉസൂൽ തഫ്സീറിൽ അത് വരും, ഉസൂൽ ഫിഖഹിൽ ആയത്തിൽ അത് വരും. അപ്പൊ അങ്ങനെ അതിനെ പരിഗണിച്ചുകൊണ്ട് വിശദീകരിക്കേണ്ട ആയത്തുകളാണ് മുത്തശാബിഹാത്തായ ആയത്തുകൾ എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം, മുജ്മലും മുബയ്യനും പറയുകയാണെങ്കിൽ, മുജ്മൽ ആയിക്കൊണ്ട് ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല രക്തവും അതുപോലെ ശവവും ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നിന്ന് എന്ത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ രക്തത്തിൽപ്പെട്ട കരളും തിഹാൽ എന്ന് പറഞ്ഞാൽ പ്ലീഹ, അത് അനുവദനീയമാണ്. ശവത്തിൽപ്പെട്ട എന്തൊക്കെയാണ്, മറ്റേ മത്സ്യവും അതുപോലെ തന്നെ എന്താണ് ജീവിയുടെ പേരെന്താണ്, ജറാദും, അതെന്താണ് അനുവദനീയമാണ് എന്നുള്ളത്. അത് ചത്തു കഴിഞ്ഞാലും തിന്നാവുന്നതാണ്. അപ്പൊ അങ്ങനെ ആ ആയത്തിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി മുബയ്യൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് ഉസൂലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനിൽ 2 തരത്തിലുള്ള ആയത്തുകൾ ഉണ്ടാകും. മുഹ്കമായ ആയത്തുകൾ ഉണ്ടാകും, മുത്തശാബിഹാത്തായ ആയത്തുകൾ ഉണ്ടാവും. മുഹ്കമായ ആയത്ത് പറഞ്ഞാൽ ഒരു വ്യാഖ്യാന സാധ്യതയുമില്ലാതെ വ്യക്തമായി മനസ്സിലാക്കാവുന്നത്. മുത്തശാബിഹാത്തായ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ തഫ്സീർ ചെയ്യേണ്ടി വരുന്ന ഈ പറഞ്ഞ ഇനങ്ങളിൽ വരുന്ന പല തരത്തിലുള്ള ഇനങ്ങളുണ്ട്. ഇപ്പൊ വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നീ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കാൻ പറ്റൂല. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറൊരു ആയത്തിൽ പറയുന്നുണ്ട്, വഇന്നക ലാ തഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, നീ വഴി കാണിക്കുന്നത് സിറാത്തുൽ മുസ്തഖീമിലേക്കാണ്. അപ്പോൾ ഒരായത്തിൽ അല്ലാഹു എന്ത് പറഞ്ഞു, നിനക്ക് ഹിദായത്ത് കൊടുക്കാൻ സാധിക്കൂല പറഞ്ഞു. മറ്റൊരായത്തിൽ എന്ത് പറഞ്ഞു, നീ ഹിദായത്ത് കാണിക്കുന്നവനാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ 2 ആയത്തുകൾ എടുത്തിട്ട് ഒരാൾ പറയണത്, അതാ കണ്ടില്ലേ ഖുർആനിൽ 2 രീതിയിൽ വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞാലോ, അവർക്ക് അറിവില്ലാത്തതുകൊണ്ട്. കാരണം ഹിദായത്ത് എന്നുള്ളത് തന്നെ ഖുർആനിൽ 4 തരത്തിൽ വന്നിട്ടുണ്ട്. ഹിദായത്ത് എന്നുള്ളത് ഹിദായത്തുൻ ആമ്മ എന്ന് പറയും, ഹിദായത്തു ദലാല എന്ന് പറയും, ഹിദായത്തു തൗഫീഖ് എന്ന് പറയും, ഹിദായത്തു ഇലൽ ജന്നത്തി അവിന്നാർ. ഈ 4 തരത്തിൽ വന്നിട്ടുണ്ട്. ഹിദായത്തു ദലാല എന്ന് പറഞ്ഞാൽ അറിയിച്ചു കൊടുക്കുന്ന ഹിദായത്താണ്, അറിയിച്ചു കൊടുക്കുക എന്നുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. ഇന്നക ലാ തഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ മാർഗത്തിലേക്ക് അറിയിച്ചു കൊടുക്കാം.
രണ്ടാം അബൂ താലിബിന്റെ വിഷയത്തിൽ വന്ന ഹിദായത്ത് എന്താണ്? നിനക്ക് ഇഷ്ടമുള്ളവർക്ക് ഹിദായത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിദായത്ത് തൗഫീഖാണ്. ഒരാൾക്ക് നിർബന്ധമായി ഇസ്ലാം സ്വീകരിക്കാനുള്ള മനസ്സിന്റെ വിശാലതയും അതിനുള്ള തൗഫീഖും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കാൻ പറ്റുമോ? ഇല്ല, സാധിക്കൂല. അപ്പൊ ഈ രണ്ട് തരത്തിൽ ഹിദായത്ത് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്, അതിന് വിശദീകരിക്കണം. അപ്പൊ അങ്ങനെ വരുന്ന ആയത്തുകളാണ് മുത്തശാബിഹാത്തായ ആയത്തുകൾ. അപ്പൊ മുത്തശാബിഹാത്തായ ആയത്തുകൾ വരുമ്പോൾ മുഹ്കമായ ആയത്തിലേക്ക് മടക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ മുഹ്കമായ തെളിവുകളിലേക്ക് മടക്കുകയാണ് വേണ്ടത്. ചില ആളുകൾ, ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ആളുകൾ, മുത്തശാബിഹാത്തായ ആയത്തുകളിൽ മാത്രം മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടാകും. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടെല്ലാം അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ ഇങ്ങനെയുള്ള ഇതിൽ പറഞ്ഞ പല വാക്കുകളുമെല്ലാം ഉസൂലു തഫ്സീറിലെല്ലാം ആഴത്തിൽ പഠിക്കാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. ഖുർആൻ എങ്ങനെ തഫ്സീർ ചെയ്യണം, അതിന് പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, അതൊക്കെ ആ ഫന്നിൽ വരുന്ന ഇൽമാണ്. അടുത്ത ഒരു ഹദീസ് ഖുർആനിനെ പിൻപറ്റേണ്ട അല്ലെങ്കിൽ നേരായ മാർഗം ഖുർആൻ അറിയിക്കുന്നു എന്നറിയിക്കുന്ന വിഷയത്തിലുള്ള ഹദീസാണ്. وعن عبد الله بن مسعود رضي الله عنه قال خط لنا رسول الله صلى الله عليه وسلم خطا بيده. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കൈകൊണ്ട്, വേറെ ചില റിവായത്ത് കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് എന്നൊക്കെ കാണാം, ഭൂമിയിൽ ഒരു വര വരച്ചു. ثم قال, എന്നിട്ട് പറഞ്ഞു, ഹാദാ സബീലുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ മാർഗമാണ്, അഥവാ നേരായിട്ടുള്ള ദീനായിട്ടുള്ള സിറാത്തുൽ മുസ്തഖീം ആയിട്ടുള്ള മാർഗമാണ്. ثم خط خطوطا عن يمينه وعن شماله. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഒരുപാട് വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊക്കെ വരച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, ഹാദിഹി സുബുലുൻ അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താനുൻ യദ്ഉ ഇലൈഹി. ഇത് വ്യത്യസ്ത മാർഗങ്ങളാണ്, പിഴച്ച മാർഗങ്ങളാണ്. അതിലെ ഓരോ മാർഗത്തിലും ഓരോ പിശാചുക്കൾ ഇരുന്ന് എന്ത് ചെയ്യാണ്? പിശാച് ഇരുന്നിട്ട് അതിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ യഥാർത്ഥ ദീനിന്റെ മാർഗത്തിൽ നിന്ന് പിഴക്കുന്ന, വഴികേടാകുന്ന ഒരുപാട് മാർഗങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാകും. അതിലേക്കെല്ലാം പിശാചുക്കൾ ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദീന് എന്നുള്ളത് നമുക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ ഇൽമു മസ്റ്റാണ്. ഇൽമില്ലാതെ ഒരിക്കലും നമുക്ക് ദീനിൽ ഉറച്ചിരിക്കാൻ പറ്റൂല. കാരണം ഏത് നിമിഷവും നമ്മെ തെറ്റിക്കാൻ വേണ്ടി പിശാച് അള്ളാഹുവിനോട് പറഞ്ഞ വാക്കാൻ എന്താണ്? ഞാൻ അവന്റെ മുന്നിലും പിന്നിലും വലതുഭാഗത്തും ഒക്കെ നിൽക്കും, അവനെ എങ്ങനെയും പഴപ്പിക്കാൻ ഞാൻ നോക്കും എന്ന് അള്ളാഹു തആലയോട് പറഞ്ഞിട്ടുള്ള ആളാണ് പിശാച്. അതുകൊണ്ട് തന്നെ പിഴച്ച വിശ്വാസങ്ങൾ ധാരാളം നമ്മുടെ ചുറ്റുമുണ്ടാകും. അതുപോലെ തന്നെ പിഴച്ച വാദങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചുറ്റുഭാഗത്തുണ്ടാവും. പിശാച് ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. അതിനൊരു ഉപമ വരച്ച് കാണിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. وقرأ وأن هذا صراطي مستقيما فاتبعوه. സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. തീർച്ചയായിട്ടും ഇതാണ് എന്റെ നേരെ ചൊവ്വയുള്ള മാർഗം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന, സഹാബികൾ മാതൃക കാണിച്ചു തന്നിട്ടുള്ള, അവർ പോയിട്ടുള്ള വിശ്വാസം, അവർ ചെയ്തിട്ടുള്ള കർമ്മം, അവരുടെ സ്വഭാവ സംസ്കാര ഗുണങ്ങൾ. വലാ തത്തബിഉ സുബുല, ഇതല്ലാത്തൊരു മാർഗങ്ങൾ പിൻപറ്റാൻ നിൽക്കരുത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് പിഴച്ച വാദമുള്ള ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ നമ്മുടെ നാടുകളിൽ നമ്മുടെ ചുറ്റുമുണ്ട്, പല ആളുകളുണ്ട്. അവരൊക്കെ പറയുന്ന വാദങ്ങൾ അവർ ഓരോ തരത്തിൽ ന്യായീകരിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അവർക്കൊക്കെ പിഴച്ചത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും സഹാബികൾ മനസ്സിലാക്കിയതും അല്ലാത്തൊരു മാർഗത്തിൽ പോയതുകൊണ്ടാണ് പഴച്ചുണ്ടാവുക. നോക്കിയത്, ഏതൊരാൾ പഴക്കുന്നതിനും ഈ മാർഗത്തിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇതിന്ന് പോയാൽ പിന്നെ ഏതിൽക്ക് എത്താൻ പറയാൻ പറ്റില്ല, പിന്നെ ഒരുപാടെണ്ണായിരിക്കും. ഇതിൽ നിന്ന് തെറ്റുമ്പോൾ അവർ പുതിയ പുതിയ വാദങ്ങൾ, പുതിയ പുതിയ ന്യായീകരണങ്ങൾ പലതും കൊണ്ടുവരും. അതുകൊണ്ടാണ് ഈ ഒരു പാതയിൽ നമ്മൾ എന്ത് വന്നാലും അത് മാത്രം ശ്രദ്ധിച്ചേക്കണം എന്ന് പറയുന്നത്. അത് നിങ്ങൾ വിട്ടുകഴിഞ്ഞാൽ ഫതഫറഖ ബികും അൻ സബീലിഹി, നിങ്ങൾ ഏത് വഴിയിലാ ചെന്ന് വിടാൻ പറയാൻ പറ്റൂല. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നായിട്ട് ഇങ്ങനെ പഴച്ചു പോയിക്കൊണ്ടേയിരിക്കും. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകാൻ വേണ്ടി, നിങ്ങൾ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾക്കുള്ള വസീയത്താണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി കൊടുക്കുകയാണ്. അപ്പോ ഈ നേരായ മാർഗം എന്നുള്ളത് ഇസ്ലാമാണ്. നേരത്തെ പറഞ്ഞ പോലെ അതിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഖുർആനിനെ പിൻപറ്റലാണ് അതിനുള്ള ഒരേ ഒരു മാർഗം. റവാഹു അഹ്മദ് വദ്ദാരിമി വന്നസായി, ഇവരുദ്ധരിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഹദീസ്. അപ്പൊ ഈ ആയത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തത് ഈ ഒരു നിലക്കാണ്.
അടുത്ത രണ്ട് ഹദീസുകൾ പരാമർശിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ നൽകിയിട്ടുണ്ട്. ഈ ഖുർആൻ നൽകിയതിനു ശേഷവും മുൻപ് ഇറങ്ങിയിട്ടുള്ള കിതാബുകൾ അതിൽ നിന്ന് അഹ്കാമുകൾ എടുക്കുക, അല്ലെങ്കിൽ അതിനെ തെളിവെടുക്കുക, അതിന്റെ പിന്നാലെ കൂടുക, അതിന്റെ കാര്യങ്ങൾ എഴുതി പഠിക്കുക, അങ്ങനെ ചെയ്യുന്നതിനെ വിരോധിച്ചുകൊണ്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല കിതാബുകളായിട്ട് ഇറക്കിയിട്ടുള്ളത് എത്ര കിതാബുകളാണ് നമുക്ക് പേര് പറഞ്ഞു തന്നിട്ടുള്ളത്? 4 കിതാബുകളാണ്. ഏതൊക്കെയാണത്? ഒന്ന്, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ഏതിറക്കിയത്? സബൂർ ഇറക്കി. മൂസാ നബി അലൈഹി ഇസ്ലാമിന് തൗറാത്ത്, ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇൻജീൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ. അതല്ലാതെ സുഹഫുകൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനാവട്ടെ, അതുപോലെ തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ആദ്യം എന്തിറക്കിയിട്ടുണ്ടായിരുന്നു? സുഹഫുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. തൗറാത്തിന്റെ മാത്രം പ്രത്യേകതയാണ് തൗറാത്ത് അള്ളാഹുവിന്റെ കലാമുമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കൈകൊണ്ട് എഴുതിയിട്ടുള്ള കിതാബുമാണ്. അള്ളാഹു തആല അവന്റെ കൈകൊണ്ട് എഴുതിയിട്ടുള്ള കിതാബാണ് തൗറാത്ത് എന്നുള്ളത്. അങ്ങനെ ഒറ്റയടിക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഇറക്കി കൊടുത്ത കിതാബ്, ഖുർആൻ ഇറങ്ങിയതുപോലെ ഓരോ വർഷങ്ങളായി ഘട്ടങ്ങളായിട്ട് ഇറങ്ങിയതല്ല. തൗറാത്ത് എന്നുള്ളത് അള്ളാഹു അവന്റെ കൈകൊണ്ട് എഴുതി മൂസാ നബി അലൈഹി ഇസ്ലാമിക്ക് ഇറക്കിയിട്ടുള്ളതാണ്. അത് അള്ളാഹുവിന്റെ കലാമുമാണ്, അള്ളാഹു എഴുതിയതുമാണ്. ബാക്കിയുള്ളതൊക്കെല്ലാം അള്ളാഹുവിന്റെ കലാമാണ്. ഓരോ കിതാബും അവരവരുടെ നബിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഖുർആനാണ്. ഇപ്പൊ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. സബൂറിനെ ഖുർആൻ എന്ന പേരിൽ പറയാറുണ്ട്. അഥവാ ഏത് കിതാബ് ആ നബിക്ക് സംബന്ധിച്ചിടത്തോളം എന്താണ്? ആ നബിയുടെ ഖുർആനാണ്. ഖുർആൻ എന്നുള്ളത് പൊതുവായിട്ടുള്ള ഒരു വാക്കുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇറക്കിയ ഗ്രന്ഥത്തിന് മാത്രം പ്രത്യേകമായി പറയുന്നതുമാണ്. ഇതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല കാന നാസുൻ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യക്തുബൂന മിന തൗറാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ചിലർ തൗറാത്തിൽ നിന്ന് അവർ കാര്യങ്ങൾ എഴുതി വെക്കാറുണ്ടായിരുന്നു. തൗറാത്ത് അന്ന് ലഭ്യമാണ്. അന്ന് മദീനത്ത് എന്തുണ്ട്? ജൂതന്മാരുണ്ട്, ജൂത പുരോഹിതന്മാരുണ്ട്, അവരുടെ കയ്യിൽ തൗറാത്ത് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന, പഠിക്കാനും മറ്റുമായിട്ട് അല്ലെങ്കിൽ എഴുതി വെക്കുന്ന രീതിയിൽ അതിന്റെ വാക്കുകളൊക്കെ എഴുതി വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഫദക്കറു ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പരാമർശിക്കപ്പെട്ടു. ചില സഹാബികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹ്മഖൽ ഹുംഖ്, വിഡ്ഢികളിൽ വെച്ച് ഏറ്റവും വിഡ്ഢി, വഅവല്ല ളലാലതി, വഴികേടിൽ വെച്ച് ഏറ്റവും വഴികേട്, ഖൗമുൻ റഗിബു അമ്മാ ജാഅ ബിഹി നബിയ്യുഹും ഇലാ നബിയ്യിൻ ഗൈരി നബിയ്യിഹിം. ഖൗമുൻ, ഒരു കൂട്ടർ, റഗിബു അമ്മാ ജാഅ ബിഹി നബിയ്യുഹും, അവരുടെ നബി കൊണ്ടുവന്നിട്ടുള്ള, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട നബി കൊണ്ടുവന്നതിനോട് വിമുഖത കാണിക്കുകയും, ഇലാ നബിയ്യിൻ ഗൈരി നബിയ്യിഹിം, അവരുടേതല്ലാത്തൊരു നബിയിലേക്ക് അവർ താല്പര്യം കാണിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതായത് ഇവിടെ റഗിബ എന്നുള്ള അറബി പദത്തിന് രണ്ടർത്ഥമുണ്ട്. പിന്നെ റഗിബ അൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമുഖത കാണിക്കുക എന്ന് പറയും. അതല്ലാത്ത റഗിബ എന്നുള്ളത് ഫിയോ അല്ലെങ്കിൽ ഇല എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ താല്പര്യം കാണിച്ചു എന്നുള്ള അർത്ഥമാവും. അതായത് ഹർഫുകൾ ഒരു ഫിയലിനോട് മുത്തഅല്ലിഖായി വരുമ്പോൾ അർത്ഥവ്യത്യാസം വരുന്ന രീതി അറബി ഭാഷയിലുണ്ട്. അതുകൊണ്ടാണ് രണ്ടർത്ഥം വന്നത്. റഗിബു അമ്മാ ജാഅ ബിഹി നബിയ്യുഹും ഇലാ നബിയ്യിൻ ഗൈരി നബിയ്യിഹിം, അവരിലേക്ക് വന്ന നബിയോട് വിമുഖത കാണിക്കുകയും അതല്ലാത്ത നബിയോട് താല്പര്യം കാണിക്കുകയും, വഇലാ ഉമ്മത്തിൻ ഗൈരി ഉമ്മത്തിഹിം, അതുപോലെ തന്നെ അവരുടെ ഉമ്മത്തല്ലാതെ അവരുടെ ആ സമൂഹമല്ലാതെ മറ്റൊരു സമൂഹത്തിലേക്കും താല്പര്യം കാണിക്കുക. അഥവാ വേറെ കിതാബ് ലഭിച്ച ആളുകളിലേക്ക്, ജൂതന്മാരിലേക്കോ നസറാക്ക് താല്പര്യം കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് വിഡ്ഢിത്തവും വഴികേടുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ثم أنزل الله تعالى, എന്നിട്ട് അല്ലാഹു തആല ഈ ആയത്ത് ഇറക്കി. സൂറത്തുൽ അൻകബൂത്തിലെ 51ാമത്തെ ആയത്ത്, അവലം യക്ഫിഹിം അന്ന അൻസൽനാ അലൈക്കൽ കിതാബ്, അവർക്ക് മതിയായതല്ലേ നാം നിന്റെ മേലെ കിതാബ് ഇറക്കിയത്, യുത്ല അലൈഹിം, അവരുടെ മേലെ പാരായണം ചെയ്യപ്പെടുന്നു, ഇന്ന ഫീ ദാലിക ലറഹ്മതൻ വദിക്റാ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിൽ ഉത്ബോധനവും കാരുണ്യവും ഉണ്ട് എന്നുള്ളത്. റവാഹുൽ ഇസ്മാഈലി ഫീ മുഅ്ജമ വഇബ്നു മർദവി, അവർ ഉദ്ധരിച്ചിട്ടുള്ള റിവായത്താണ്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ള വേദഗ്രന്ഥങ്ങൾ അഥവാ തൗറാത്തും ഇഞ്ചീലും എല്ലാം ഇന്ന് ബൈബിളായിട്ടോ അല്ലെങ്കിൽ പുതിയ നിയമം പഴയ നിയമം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് എഴുതിയെടുക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക. അന്ന് സഹാബികൾ ചിലർ ആ തൗറാത്തിൽ എഴുതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമാണത്. കാരണം അവർക്ക് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്, അല്ലാഹു തആല ആയത്ത് ഇറക്കിയതുകൊണ്ട് അവർക്ക് നിന്റെ മേലെ ഇറക്കിയ ഖുർആൻ പോരെ എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനാകുന്നതോടുകൂടി
മറ്റുള്ള എല്ലാ കിതാബുകളും ഖുർആൻ ഇറങ്ങിയതോടുകൂടി മറ്റുള്ള എല്ലാ കിതാബുകളും അതിന്റെ നിയമങ്ങൾ എന്തായി? നസ്ഖ് ചെയ്യപ്പെട്ടു. അതിന്റെ വിധി പിന്നെ ബാധകമല്ല. പിന്നെന്താ ബാധകം? ഖുർആനിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടുകൂടി മറ്റുള്ള നബിമാർ പഠിപ്പിച്ചിട്ടുള്ള ശരീഅത്ത് അതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, അതെല്ലാം നസ്ഖ് ചെയ്യപ്പെട്ടു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തേ നിയമമുള്ളൂ. ഇപ്പൊ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി ലൗ അന്ന മൂസ കാന ഹയ്യൻ മാ വസിഅഹു ഇല്ലാ യത്തബിഅനി. മൂസ നബി അലൈഹിസ്സലാം എങ്ങാനും ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഏറ്റവും വലിയ ഉമ്മത്തുള്ള വളരെ ശ്രേഷ്ഠതയുള്ള നബിയാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി എങ്ങാനും ഒന്ന് ജീവിച്ചിരുന്നെങ്കിൽ എന്നെ പിൻപറ്റിയല്ലാതെ വേറൊരു വഴി ആർക്കില്ല? മൂസാ നബി അലൈഹിസ്സലാമിന് ഇല്ല എന്ന് പറഞ്ഞത് കാണാം. അതുകൊണ്ട് തന്നെ തൗറാത്തിൽ യഥാർത്ഥ രൂപത്തിൽ മൂസാ നബിയിൽ വിശ്വസിക്കുന്ന ജൂതനാവട്ടെ, യഥാർത്ഥ രൂപത്തിൽ ഈസാ നബി അലൈഹിസ്സലാം വിശ്വസിച്ച നസ്രാനിയാവട്ടെ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യോഗ്യതനായി എന്നൊക്കെ കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചില്ലെങ്കിൽ എന്താ അവസ്ഥ? അയാൾ ആര് വിശ്വസിച്ചിട്ടുണ്ട്? മൂസാ നബിയിൽ കൃത്യം വിശ്വസിച്ചിട്ടുണ്ട്. മൂസാ നബി പഠിപ്പിച്ച തൗഹീദ് ഉണ്ട്, മൂസാ നബി പഠിപ്പിച്ച തൗറാത്ത് ഉണ്ട് ഒരു ജൂതൻ. അതുപോലെ ഈസാ നബി അങ്ങനെ ഒരാളുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അയാൾ എന്ത് കേട്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യോഗ്യതനായിട്ടുണ്ട് എന്ന് കേട്ടു. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചില്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്താണ്? അവൻ നരകാവകാശിയാണ്. എന്നാൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി കേട്ടിട്ടില്ല, പക്ഷെ അവനിലേക്ക് വന്ന നബിയെ വിശ്വസിച്ച് മരണപ്പെട്ടു. അവനെന്താണ്? സ്വർഗത്തിലുമാണ്. ഒരു ഹദീസ് കാണാം, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മ യഹൂദിയ്യുൻ വലാ നസ്രാനിയ്യുൻ. ഈ സമൂഹത്തിൽ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്ന സമയത്ത് ഏതെങ്കിലും ജൂതനോ നസ്രാനിയോ എന്നെ പറ്റി കേൾക്കുകയാണ്, റസൂൽ വന്നിട്ടുണ്ട് എന്നുള്ള നിലയ്ക്ക് കേൾക്കുകയൊക്കെ ചെയ്യുകയാണ്. സുമ്മ യമൂതു വലം യുഅ്മിൻ ബില്ലദി ഉർസിൽതു ബിഹി. എന്നിട്ട് ഞാൻ നിയോഗിച്ചതിലേക്ക് വിശ്വസിക്കാതെ അവൻ മരണപ്പെടുകയാണെങ്കിൽ ഇല്ലാ കാന മിൻ അസ്ഹാബിന്നാർ. അവൻ എന്ത് അവസ്ഥയിലാവുകയുള്ളൂ? നരകാവകാശിയായിട്ടേ തീരുകയുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഖുർആൻ ഇറങ്ങിയതിനു ശേഷം ഇതുപോലെയുള്ള തൗറാത്തിലേക്കോ അല്ലെങ്കിൽ അതുപോലുള്ള കിതാബുകൾ എഴുതാനോ പഠിക്കാനോ അതില്ലെങ്കിൽ അതിൽ മുഴുകാനോ പാടില്ലാത്ത കാര്യമാണ്. അത് വഴികേടാണ് എന്ന് മനസ്സിലാക്കാം. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങൾ ആഴത്തിൽ പഠിക്കുമ്പോൾ, ചില സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിന് അനുവാദം കൊടുത്തിട്ടുണ്ട്? ഇസ്രാഈലിയാത്തുകൾ അഥവാ മുൻഗാമികളുടെ തൗറാത്തിലല്ലാതെ അവരുടെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇസ്രാഈലിയാത്തുകൾ രേഖപ്പെടുത്താൻ ഉദ്ധരിക്കാൻ ചില പ്രത്യേകം സഹാബികൾക്ക്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ചില പ്രത്യേകം സഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൊടുത്തിട്ടുണ്ട്? അനുവാദം കൊടുത്തിട്ടുണ്ട്. ആ സഹാബികൾ അങ്ങനെ ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഇബ്നു അബ്ബാസിന്റെയും മറ്റു പല സഹാബികളെയും തഫ്സീറുകളിൽ ഇസ്രാഈലിയാത്തുകൾ നമുക്ക് കാണാം. പക്ഷെ അത് ആ ഉദ്ധരിക്കാൻ അനുവാദം ആർക്ക് മാത്രമേ ഉള്ളൂ? ഈ സഹാബികൾക്ക് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഉസൂലുൽ ഫിഖ്ഹിൽ അല്ലെങ്കിൽ ഫിഖ്ഹിന്റെ മസായിലുകൾ എടുക്കുന്നതിൽ ദീനിൽ ഖുർആനിലും ഹദീസിലും വ്യക്തമായി വന്നിട്ടില്ലാത്ത ചില മസ്അലകളിലേക്ക് ശറഉൻ മൻ ഖബലന, നമ്മുടെ മുൻപ് വന്നിട്ടുള്ള ആളുകളുടെ ശറഅ് നിയമവ്യവസ്ഥ എടുക്കുക എന്ന നിലക്ക് പരിഗണിക്കുന്ന ഒരു മേഖലയുമുണ്ട് ഫിഖ്ഹിന്റെ മസായിലുകളിൽ. അങ്ങനെ എടുക്കുന്ന അത് വളരെ വിരളമാണ്. പക്ഷെ അങ്ങനെ ഒരു കാര്യം ശറഉ മൻ ഖബലന, നമ്മുടെ മുൻഗാമികളുടെ നിയമം പരിഗണിക്കുന്ന ചില മസ്അലകൾ, ചില മേഖലകൾ ഉണ്ട്. അത് ഫിഖ്ഹിന്റെയും ഉസൂലിന്റെയും ബാബിൽ ആഴത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചെറുതായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അടുത്ത ഹദീസ് വൻ അബ്ദുല്ലാഹ് ഇബ്നു സാബിത്ത് ബിൻ ഹാരിസ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഖാല. മറ്റൊരു ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യത്തെ അറിയിക്കുന്ന മറ്റൊരു സംഭവമാണ്. അബ്ദുല്ലാഹ് ഇബ്നു സാബിത്ത് ബിൻ ഹാരിസ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാണ്, دخل عمر رضي الله عنه على النبي صلى الله عليه وسلم بكتاب فيه مواضع من التوراة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു പ്രവേശിച്ചു. ആ ചെല്ലുന്ന സമയത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു എഴുത്തുണ്ട്, അല്ലെങ്കിൽ കിതാബുണ്ട്, എഴുത്തുകളുണ്ട്, രേഖകളുണ്ട്. അതിൽ തൗറാത്തിലെ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫഖാല, അപ്പോ പറഞ്ഞു, ഹാദിഹി അസബ്തുഹാ മഅ റജുലിൻ മിൻ അഹ്ലി കിതാബി അഅറദുഹാ അലൈക. ഉമർ റളിയല്ലാഹു അൻഹു ആ ഏടുകളുമായിട്ട് പറയാണ്, ഇത് എനിക്ക് കിട്ടിയത് അഹ്ലി കിതാബിന്റെ ആളുകളിൽ നിന്ന് ഒരാളിൽ നിന്ന് കിട്ടിയതാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അഥവാ അവരിൽ നിന്ന് കിട്ടി ഉമർ റളിയല്ലാഹു അൻഹു എടുത്തു കൊണ്ടുവന്നതാണ്. ഫതഗയ്യറ വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം വരുന്ന രീതിയിലായി. അഥവാ അഹ്ലി കിതാബിന്റെ ഒരു എഴുത്ത് കിട്ടിയിട്ട് അതിൽ നല്ല കാര്യങ്ങളുണ്ട് എന്ന നിലയ്ക്ക് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാൻ വന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം മാറി.
തഗയ്യുറൻ ഷദീദൻ ലം അറ മിസ്ലഹു ഖത്തു, വളരെ വലിയ രീതിയിലാണ് മാറ്റം ഉണ്ടായത്. അഥവാ ദേഷ്യം വരുന്ന രീതിയിൽ മുഖം മാറി, അങ്ങനെ ഒന്നും കണ്ടിട്ടേ ഇല്ല എന്ന് പറയാം. ഫഖാല അബ്ദുല്ലാഹ് ഇബ്നു ഹാരിസ് ലി ഉമർ റളിയല്ലാഹു അൻഹു, ഇത് കണ്ടപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഹാരിസ്, ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ തറാ വജ്ഹ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കണ്ടില്ലേ, മാറിയത് കണ്ടില്ലേ ചോദിച്ചു. ഫഖാല ഉമർ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റളീനാ ബില്ലാഹി റബ്ബ, ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു അല്ലാഹുവിനെ റബ്ബായിട്ട്, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായിട്ട്, വബി മുഹമ്മദിൻ നബിയ്യ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായിട്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിങ്ങനെ കൊണ്ടുവന്നപ്പോൾ നല്ല രസമുണ്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാണ് നിലക്ക് കൊണ്ടുവന്നാണ്. അപ്പോൾ വിശേഷം മുഖം മാറി. അപ്പോ ഏറ്റവും ദീനിനെയും അള്ളാഹുവിനെയും റസൂലിനെയും തൃപ്തിപ്പെടുന്ന മഹത്തായിട്ടുള്ള റളിയതു ബില്ലാഹി റബ്ബൻ ഇസ്ലാമി ദീനം മുഹമ്മദ് നബിയ എന്നുള്ള 3 തൃപ്തി വാചകങ്ങൾ പറഞ്ഞു, പിന്നെ ഉറക്കെ പറഞ്ഞു. ഫസുരി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷം ഉണ്ടാക്കി, മുഖം മാറി, നല്ല രീതിയിലാക്കി. ഖാല ലൗ നസല മൂസ, എന്നിട്ട് പറഞ്ഞു, ലൗ നസല മൂസ ഫത്തബഅതുമൂഹു വതറക്തുമൂനി ലളൽതും, മൂസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരികയും എന്നിട്ട് നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമയെ പിൻപറ്റി എന്നെ വിട്ടേക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പിഴവിലാകുന്നതാണ്. അന ഹബ്ബുക്കും മിനൻ നബിയീൻ, നബിമാരിൽ നിങ്ങൾക്കുള്ള ഭാഗം, നിങ്ങളുടെ ഓഹരി ഞാനാണ് നിങ്ങൾക്കുള്ള നബി എന്നുള്ളത്. വഅൻതും ഹബ്ബി മിനൽ ഉമം, എനിക്ക് ഉമ്മത്തുകളിൽ നിന്ന് എനിക്കുള്ള ഓഹരി, എന്റെ ഭാഗം എന്താണ്, നിങ്ങളുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. റവാഹു അബ്ദുർ റസാഖ് വഇബ്നു സഅദ് വൽ ഹാക്കിം ഫിൽ ഖനാ. ഇതിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൗറാത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മാറി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ഗൗരവത്തിൽ മാറുകയുണ്ടായി. എന്തുകൊണ്ടാണത്? അത് ഖുർആൻ ഉണ്ട് ഇവിടെ, പിന്നെ വേറെ മുൻകഴിഞ്ഞ കിതാബിനെ എടുക്കേണ്ട ആവശ്യമില്ല എന്ന നിലക്ക് താക്കീതായിക്കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിയാത്തുകൾ ഉദ്ധരിക്കുന്ന പോലെ, അതുപോലെ തന്നെ മുതമക്കിനീങ്ങളായ ഉലമാക്കൾ അവരുടെ ദഅവത്തിന്റെ ഭാഗമായിക്കൊണ്ടും മറ്റു ചില കാര്യങ്ങൾക്കുമായിക്കൊണ്ടും ഈ ഒരു കാര്യം ചിലപ്പോൾ തൗറാത്തിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ളതിൽ നിന്ന് ഉദ്ധരിക്കാറുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എല്ലാം അങ്ങനെ ചില സന്ദർഭത്തിൽ നസ്രാനികൾക്ക് റദ്ദ് പറയുമ്പോഴൊക്കെ ചെയ്തത് കാണാം. പക്ഷെ അത് അങ്ങനെയുള്ള പണ്ഡിതന്മാർക്ക് ആ ചില സന്ദർഭങ്ങളിൽ ആ റദ്ദിന് വേണ്ടി മാത്രം ഉപയോഗിക്കാന്നല്ലാതെ അതിലുള്ള വാക്കുകൾ നല്ല ആശയമാണ്, അത് നല്ലതാണ് എന്ന നിലക്ക് അതിനെ കൊണ്ടു നടക്കാനോ മറ്റൊന്നിനും പാടില്ലാത്ത കാര്യമാണ്. കാരണം ഖുർആൻ നമുക്കുണ്ട്, അതല്ലാതെ വേറൊരു കിതാബിലേക്ക് അല്ലെങ്കിൽ മുൻപുള്ളതിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഇത്രയുമാണ് കിതാബുമായിട്ടുള്ള വസിയത്തിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ള ഹദീസുകൾ. ഇതിൽ ഖുർആനിന്റെ പ്രാധാന്യവും ഖുർആനെ മുറുകെ പിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലെയും ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങൾ ആദ്യം പരാമർശിച്ചു. അതുപോലെ തന്നെ ഖുർആനിനെ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പല രീതിയിൽ വ്യാഖ്യാനിച്ച് ശുഭഹത്ത് ഉണ്ടാക്കി ഫിത്ന ഉണ്ടാക്കുന്ന ആളുകളെ സൂക്ഷിക്കണം എന്നുള്ളത് പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഖുർആന്റെ ആയത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആളുകൾ ഫിത്ന ഉണ്ടാക്കുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് മറ്റുള്ള കിതാബുകളെ അഥവാ തൗറാത്തിനെയും അതുപോലുള്ള കിതാബുകളെയും ഖുർആൻ വന്നതിന് ശേഷം എടുക്കാൻ പാടില്ല എന്ന നിലക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബ് അടുത്ത ദർസിൽ എടുക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.